ഹലോ, എൻ്റെ പേര് ഗോവിന്ദ്, ഇത് ദേവി. നമ്മൾ രണ്ടുപേരും സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും. അപ്പോൾ 7th മന്ത് മുതലാണ് ഇവിടെ കാണിക്കാൻ തുടങ്ങിയത് മിത്തേരിയയിൽ. മിത്തേരിയയിൽ നമ്മൾ ജയ്പാൽ ജോൺസൺ ഡോക്ടറായിരുന്നു ദേവിനെ നോക്കുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു ഫസ്റ്റ് വരുമ്പോൾ തന്നെ. ലൈക്ക് എങ്ങനെയാണ് അവര് ഈ ഒരു ഫുൾ എക്സ്പീരിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സ്റ്റാഫ്, ഈവൻ ഫ്രം റിസപ്ഷൻ, എല്ലാവരും ഭയങ്കര അപ്രോച്ചബിൾ ആണ്. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടറാണെങ്കിലും ജയ്പാൽ ഡോക്ടറിനെ നമുക്ക് ഫസ്റ്റ് ടൈം ഞാൻ കാണുമ്പം ഞാൻ 7 മന്ത് പ്രഗ്നന്റ് ആണ്. അപ്പോൾ പോലും കുറേ നമ്മുടെ ഡൗട്ട്സും കുറേ കാര്യങ്ങൾ ഡോക്ടർ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടാണ് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നത്. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു ഫസ്റ്റ് വിസിറ്റ് തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇതായിരുന്നു ഹോസ്പിറ്റലിൽ. നമുക്ക് ആ ഒരു ലേബർ റൂമിൽ നിന്ന് മുതൽ ഇങ്ങോട്ട് ഇപ്പം നമ്മളൊരു 4 days ആയിട്ട് ഇവിടെ ഉണ്ട്. ഈ 4 days നമ്മുടെ ഓരോ ദിവസവും ഈ ഒരു നമ്മൾ ആലോചിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും വേറെ റിലേറ്റീവ്സിൻ്റെ അടുത്തെല്ലാം പറയാനല്ല, ഇവിടെ ഒരു സപ്പോർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ന്യൂ ഒരു പാരൻസിന് സപ്പോർട്ട് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊരു നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അത് എത്ര മോശമായിട്ട് എസ്പെഷ്യലി മദറിനെ എഫക്ട് ചെയ്യും, അതിൽ നിന്ന് ഇവൻച്വലി കിഡിനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി. കാര്യം എല്ലാവരും അത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും, ഈവൻ ലേബർ റൂമിലെ ആ ഒരു പാടുള്ള ഒരു സമയത്ത് പോലും ഒരു നഴ്സുമാരോ സപ്പോർട്ട് സ്റ്റാഫോ ആരും ഒന്നും മുഖം കറുപ്പിച്ച് പറയുകയോ ഒന്നും ചെയ്തില്ല. എന്നൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ലേബർ റൂമിന് മുന്നേയും പെയിൻ തുടങ്ങിയ സമയത്തും സംസാരിക്കാനായിട്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞത് എല്ലാ ഭർത്താക്കന്മാരെയും കണ്ടിരിക്കേണ്ട ഒരു ഇതാണ് അത്. വാട്ട് യുവർ വൈഫ് ഗോസ് ത്രൂ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്, അറിയേണ്ടതാണ്. നോട്ട് ആൻ ഈസി തിങ് ടു വാച്ച്, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി സീൻ. നമ്മളെ ഇത്രയും ഒരു പെയിനിൽ നിൽക്കുന്ന ഒരാളെ പോലും ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, അതെ ഇതിനിടയ്ക്ക് നമ്മള് ചോദിക്കുന്ന കാര്യങ്ങൾ അതിനെല്ലാം സമാധാനത്തോടെ നമ്മളടുത്ത് പറഞ്ഞു തരിക, എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ എനിക്കും പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. ബട്ട് എന്നിട്ട് എനിക്ക് പോലും അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാ ഉണ്ടായത്. ആൻഡ് ഡെഫിനറ്റ്ലി ദേവിക്കും അത് വളരെ ഇതായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് കാര്യത്തോടെ തോന്നിയത് ലൈക്ക് എല്ലാ ട്രൈയും ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രൈയും നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയ്പാൽ ജോൺസൺ വാസ് വെരി ക്ലിയർ. എല്ലാം മാക്സിമം നമ്മൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യും. ആൻഡ് വേഴ്സ്റ്റ് കേസ് സിനാറിയോ മാത്രമേ നമ്മൾ സി സെക്ഷനിലേക്ക് പോകത്തുള്ളൂ എന്നുള്ളത്. നമ്മുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴത്തേക്കും കുഞ്ഞിന്റെ തല ഇച്ചിരി ഒന്ന് മുകളിലേക്ക് ആയിപ്പോയി. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സി സെക്ഷനിലേക്ക്. പക്ഷെ ഈവൻ ആ ഒരു ട്രാൻസിഷൻ ഫേസ് വാസ് ഓൾസോ വെരി ടഫ്. അപ്പം നോർമൽ ഇത്രയും പെയിനും ഉണ്ടായിട്ടും നടന്നില്ല. എന്നിട്ട് സി സെക്ഷനിലേക്ക് പോയി. ബട്ട് അതുവരെ ഒരു നല്ലൊരു ഇതായിട്ടാണ് പുള്ളി കൊണ്ടുപോയത്. എങ്ങനെയാണ് ഈ ഡോക്ടേഴ്സും ഇൻക്ലൂഡിംഗ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്. Even after the baby was born, like every step, എനിക്ക് ഒന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അത്രയും പ്രാക്ടിക്കലി നമുക്ക് അറിയില്ല നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമുക്കൊരു സ്റ്റാഫിനെ വിളിച്ചാലാണെങ്കിലും എപ്പോഴും അവൈലബിൾ ആണ്. midnight 3 AM എപ്പോൾ വിളിച്ചാലും അവർ വരും, നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതും റിപ്പീറ്റഡ്ലി ചോദിച്ചാൽ പോലും ഒരു കൺസേണും ഇല്ല. എവറിത്തിങ്. പിന്നെ നമ്മൾ ഡൗട്ട്ഫുള്ളി ചോദിക്കുന്ന കാര്യങ്ങൾ പോലും അവർ പിന്നെ അത് എൻക്വയറി ചെയ്ത് വന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അത് ഭയങ്കര ഒരു പ്ലീസിങ് ഇതായിരുന്നു. അത് മാത്രമല്ല എല്ലാം അവര് ക്ലിയർ ആയി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അത് ആക്ച്വലി ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഐ ബിലീവ് ഇൻ ലൈക്ക് ഇതൊരു നല്ലൊരു ലീഡർഷിപ്പിന്റെ അതും ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു മിഷൻ ഉണ്ട്. എങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാ സ്റ്റാഫും ഒരേപോലെ തന്നെ പെരുമാറുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതും. നമുക്കിപ്പം നമ്മൾ നാളെ പോകുമ്പോൾ തന്നെ നമുക്ക് പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ആഗ്രഹം, ഇനിയിപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത് നാളെ. very happy with all the services that we got from the hospital. And definitely അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഇവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരെ പറഞ്ഞില്ലേ, ഇനി ഭാവിയിൽ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. അതിനുള്ള ലൈക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇറ്റ്സ് എ വെരി പ്ലസന്റ് എക്സ്പീരിയൻസ്.